നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുലച്ച ഇന്റർ മയാമി ലീഗ്സ് കപ്പിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ മോണ്ടറിയോട് പരാജയപ്പെട്ടു. 2-1 പരാജയമാണ്. ഈ പരാജയം ഇന്റർ മയാമിക്ക് പ്രാക്ടിക്കലി ലീഗ്സ് കപ്പിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴി തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 100% പുറത്തായി എന്നല്ല, പക്ഷേ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസകരമാണ്. പ്രാക്ടിക്കലി പുറത്തായി എന്ന് തന്നെ പറയാം. മാത്തമാറ്റിക്കലി ഇപ്പോഴും സാധ്യതകളുണ്ട്. എന്താ സംഭവിച്ചത് നമ്മൾ നോക്കുകയാണ്. മെസ്സി ഇല്ല, അതുപോലെ തന്നെ സുവാരസിന് സസ്പെൻഷനാണ്, ലീഗ്സ് കപ്പ് കളിക്കാനേ പറ്റില്ല, ബെർത്രേബിന് പരിക്ക്, എല്ലാം കൂടി ചേർന്ന് വളരെ ദുർബലമായ ഒരു മുന്നേറ്റ നിരയാണ് ഇന്ന് മയാമിക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ടീം തോൽവി ചോദിച്ചു വാങ്ങി. ഇപ്പോൾ ഇത്തവണ ലീഗ്സ് കപ്പിന് പുതിയ ഫോർമാറ്റാണല്ലോ. ലീഗ്സ് കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിൽ 10ാം സ്ഥാനത്താണ് മയാമി. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, പല ടീമുകളും 2 കളികളെ 1 കളിയായിട്ടുള്ളൂ. മയാമി 2 കളിയായി. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാനം ഇനിയും താഴേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് മയാമിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത അടക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ലീഗ്സ് കപ്പിൻ്റെ ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് 4 ടീമേ ക്വാളിഫൈ ചെയ്യുകയുള്ളൂ. അപ്പോൾ 10ാം സ്ഥാനത്തൊക്കെയുള്ള മയാമിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇനി പ്രയാസകരമാണ്. ഇനി ഒരേ ഒരു ഗെയിമാണ് ഗ്രൂപ്പിൽ ബാക്കിയുള്ളത്. അതാവട്ടെ നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലിയോണിനെതിരെയാണ് എന്ന കാര്യം കൂടി നോക്കണം. ലിയോണിനെതിരെയാണ് ഇനി കളിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. സോ മയാമിക്ക് ആ കളി ജയിക്കണം, ലിയോണിനെ തോൽപ്പിക്കുകയും വേണം. പിന്നെ ആ കളി ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, മറ്റ് ടീമുകളുടെ റിസൾട്ട് മയാമിക്ക് അനുകൂലമായിട്ട് സംഭവിക്കണം. എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വെർച്വലി എലിമിനേറ്റഡ് എന്ന് പറയേണ്ടി വരും. ലീഗ്സ് കപ്പിൻ്റെ ഈ ഒരു പുതിയ ഫോർമാറ്റ് ഇത്തിരി കടുകട്ടിയാണ് എന്നർത്ഥം. ഈ കളി ശരിക്കും പറഞ്ഞാൽ ആദ്യ പകുതിയിലെ 3-0 ജയിക്കേണ്ട കളിയാണ്. മോണ്ടറിയോട് മുന്നിലെത്തേണ്ട കളിയാണ്. പക്ഷെ അവിടെ ഒരു ഗോൾ അടിച്ചുള്ളൂ. 2ാം പകുതിയിൽ തിരികെ 2 ഗോളുകളും വാങ്ങുകയും ചെയ്തു. ഇതിൽ നല്ല പ്രകടനം നടത്തിയത് ഒരു സംശയം വേണ്ട റോദ്രിഗോ ഡിബോളാണ്. അതേസമയം സെഗോവിയ, ഡെലിനോയിസ് തുടങ്ങിയവരൊക്കെ മിസ് ചെയ്തിട്ടുള്ള ആ ഗോളുകൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ബെർത്രേം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2 ഗോളെങ്കിലും ഇന്ന് അടിക്കുമായിരുന്നു എന്ന തോന്നലാണ് ഉണ്ടായത്. ഏതായാലും മയാമിക്ക് ഇനി മുന്നോട്ട് പോക്ക് ദുഷ്കരമാണ്. മെസ്സി ഇല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.